ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലി എത്ര എണ്ണം ഉണ്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്ര എണ്ണം വെച്ചെടുക്കുക. എൻ്റെ അടുത്ത് ഒരു 6 എണ്ണ ബാക്കി വന്നത്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ബാക്കി വന്നില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഇഡ്ഡലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ കറി ആവശ്യമില്ല, ഇതുപോലെ ഉണ്ടാക്കിയാലും മതി, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇഡ്ഡലി എടുത്തിട്ട് ഇതുപോലെ 4 പീസാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിയാട്ടോ. ഇതുപോലെ പീസാക്കാതെ ഇഡ്ഡലി ഇങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതിൻ്റെ പോലെ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ 4 ഷേപ്പ് ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇഡ്ഡലി ചൂടുള്ളതാണെങ്കിൽ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടോടൊക്കെ ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല പരണം. അതിനായിട്ട് കുറച്ച് ഉപ്പ്, നമ്മുടെ മാവിൽ ഉപ്പുണ്ടാവും, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും മുളകും നന്നായിട്ട് ഇഡ്ഡലിമ വരട്ടി കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി അങ്ങോട്ട് മസാല വരട്ടി കൊടുക്കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി പൊടിഞ്ഞു പോകുള്ളൂ. അപ്പോൾ സോഫ്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തും ഉപ്പും മുളകും നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിട്ടിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സ്പീഡിൽ ഇളക്കി കൊടുത്താൽ അത് ഇഡ്ഡലി അല്ലേ, അത് പൊടിഞ്ഞു പോവും. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയതിനു ശേഷം നമുക്കത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നത് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സവാളയും അതുപോലെ ചെറിയൊരു പീസ് ക്യാപ്സിക്കും ഇതുപോലെ വലുതാക്കി അരിഞ്ഞാണ് ഒരു ക്യൂബ് സൈസാക്കിയിട്ട്, നല്ല ചെറുതാക്കണ്ട, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കിട്ടുന്ന വഴറ്റിയെടുക്കണം. വഴറ്റുന്നത് സോഫ്റ്റായി വന്നാൽ മതി, ഒരുപാട് വാടി കുഴയൊന്നും വേണ്ട. ആ ഉള്ളിയും ക്യാപ്സിക്കും ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ കഴിക്കുന്ന നേരത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആ ക്യാപ്സിക്കം ഉള്ളിലേക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ആവാൻ. ഇപ്പോൾ അതായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിമൊക്കെ നമ്മൾ മീഡിയത്തിൽ തന്നെ ഇടുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആ മസാലയ്ക്ക് വേണ്ടി മാത്രം നുള്ളുപ്പ്, നമ്മൾ ഇഡ്ഡലി ഫ്രൈ ആക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്താണ്. അതുപോലെ തന്നെ ഇഡ്ഡലിയിലും ഉപ്പ് ഉണ്ടാവും, അപ്പോൾ നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി. മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 4-5 ടേബിൾ സ്പൂണോട് കുറച്ച് വെള്ളം, നമുക്ക് ആ ഒരു ഗ്രേവിക്ക് പോലെ ഉള്ള കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരും. അതുപോലെ കുറുകിയ പോലെ വരുന്ന ടൈമിൽ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിക്കണം ഇഡ്ഡലി. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് കുറുകി വന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം മസാലയിൽ ആവരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇഡ്ഡലിമേ നന്നായിട്ട് ആ മസാല സെറ്റായി പിടിച്ചു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നമുക്കിത് കഴിക്കാം, അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം കറി ഉണ്ടാക്കാതെ ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ ആ ക്യാപ്സിക്കൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇഡ്ഡലി. അപ്പോൾ വേറെ ചട്നി ഒന്നും ഉണ്ടാക്കാത്ത ദിവസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ ഇഡ്ഡലി കൊണ്ടുള്ള റെസിപ്പിയാണ്. ബാക്കി വരികയാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ആക്കുക. അതുപോലെ തന്നെ കറി ഉണ്ടാക്കാതെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ക്യാപ്സിക്കം ആ ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ
നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിയാണ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അത് സംഭവം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ ബൈ ബൈ, താങ്ക് യു.